ഭരണവിരുദ്ധ വികാരവും ശബരിമലയും തോൽവിക്ക് കാരണമായില്ലെന്ന വാദം ഉയർത്തുന്നതിനിടെ തദ്ദേശഫലം സൂക്ഷ്മമായി വിലയിരുത്താൻ CPIM വിശദമായ ചോദ്യാവലി നൽകി ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വിവരം ശേഖരിച്ചു തുടങ്ങി. ഓരോ ഏരിയയിലും തോൽവിക്ക് കാരണമായ വിഷയങ്ങൾ, പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെ എന്നതെല്ലാം അടങ്ങുന്നതാണ് ചോദ്യാവലി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ വിലയിരുത്തലിനായി ഈ ആഴ്ച അവസാനം CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഏരിയ തലത്തിൽ ചോദ്യാവലി നൽകി പരാജയ കാരണങ്ങൾ സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഫലവും കഴിഞ്ഞ തവണത്തെ ഫലവുമായുള്ള താരതമ്യം, UDFന്റെ പ്രവർത്തനം, BJPയുടെ നില, SDPI വെൽഫെയർ പാർട്ടികളുടെ പ്രവർത്തനം, ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ, പാർട്ടിയുടെ ദൗർബല്യങ്ങളെന്ത്, സർക്കാരിന്റെ ആനുകൂല്യ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്നോ, പോളിംഗിന് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള അന്തരം എന്താണ്, വോട്ടിംഗ് രംഗത്തെ പ്രവണത തുടങ്ങിയ 22 ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് പരിശോധിക്കാനുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടപടി വേണ്ടി വന്നിട്ടുണ്ടോ, പൊതുസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ചോദ്യങ്ങൾക്കുള്ള മറുപടി ഏരിയ കമ്മിറ്റികൾ അടിയന്തരമായി ജില്ലാ സെന്ററിന് കൈമാറണമെന്നാണ് നിർദ്ദേശം. ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഫലം വിലയിരുത്തി നിഗമനങ്ങളിലെത്താനാണ് ധാരണ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.